ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഫാത്തിമ ഷംല. ഇത് മുഹമ്മദ് ഇക്സാൻ. ഹായ് ഇക്സാൻ. ഹായ്. നമ്മള് ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞതാ. അയ്യേ ക്രിഞ്ചിലേ, ഇങ്ങനെ ആൾക്കാർ വ്ളോഗ് ചെയ്യുക. സോ കുറേ നാളെ ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്ന് നമ്മളെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് പർച്ചേസ്, പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയാൽ എൻ്റെ വീട് കൊയിലാണ്ടി, മേപ്പയൂർ, കുർട്ടിമുക്ക് ആ ഭാഗത്താണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവാണെന്ന് സൽക്കാരം. അപ്പോൾ അതിൻ്റെ കുറച്ച് കുട്ടി കാര്യങ്ങളൊക്കെ ചേച്ചി കൂട്ടാ. ഓക്കേ. ഹായ് ഗായ്സ്, ഇതൊരു ലേറ്റ് വ്ളോഗാണ്. ദാറ്റ് ഈസ് ഓൺ 18th മെയിലുള്ളൊരു വ്ളോഗാണ്. എൻ്റെ അടുത്ത് കുറച്ച് വിഷ്വൽസ് ഉണ്ടായി, ഞാൻ അതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. വിശേഷിച്ചൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് സൽക്കാരം പോവുകയാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഈദിനേക്കുള്ള പർച്ചേസും, കോഴിക്കോട് അതിനെന്ത് ജേമാറ്റ് എന്നൊക്കെ പറയും, നമ്മളതിന് അമ്മായിത്തക്കാരെന്നാണ് പറയാറ്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഉള്ളൊരു കുഞ്ഞു വ്ളോഗ്. സോ ഇക്സ നാളെ ദുബായിക്ക് തിരിച്ചു പോവുക. അപ്പോൾ അതിന് മുന്നേ ഉള്ള കുറച്ച് വിഷ്വൽസ്, അതാണ് ഞാൻ ഈ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഷോബികയിലാണ്. അവിടെ നിന്ന് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും, ദാറ്റ് ഈസ് ഉമ്മച്ചിക്ക്, വാപ്പച്ചിക്ക്, ഉമ്മമ്മക്ക്, അങ്ങനെ എല്ലാവർക്കും വേണ്ട, അനിയത്തിക്ക് ഒക്കെ വേണ്ട ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. എനിക്ക് ഇങ്ങനത്തെ പ്ലേസിൽ ഷോപ്പിംഗ് പോകാൻ ഇഷ്ടമാണ്. ദാറ്റ് ഈസ് എല്ലാ ലൈക്ക് ഫാമിലിക്ക് വേണ്ട പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. ഷോബിക, കസവ് കേന്ദ്ര ആൻഡ് ഓൾസോ കല്യാൺ സിൽക്സ്, അവിടെയൊക്കെ നല്ല കളക്ഷൻസും ഉണ്ടാവും. ആൻഡ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്, ലൈക്ക് ഫാമിലി ആയിട്ട് പർച്ചേസിന് പോകുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയനക്ക് വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു ഷോപ്പാണ് സിൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. മെന്നിന് വേണ്ട അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഓനെ ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു പാൻറ്റും ഷർട്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത്. ആൻഡ് ദെൻ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം തന്നെ ടൈം ഒരുപാട് ലേറ്റായി, ബട്ട് നമുക്ക് പെട്ടെന്നാണ് ടിക്കറ്റ് എടുത്തതും പോകുന്നത് ഡിസൈഡ് ചെയ്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് സൽക്കാരം പ്ലാൻ ചെയ്തതും പെട്ടെന്നായിരുന്നു. പോകുമ്പോൾ നല്ല മഴയായിരുന്നു. മഴ എങ്ങനെയുണ്ട്? നാളെ പോവല്ലേ, ഇന്നൂടല്ലേ കാണാൻ പറ്റൂ മഴ. ഈ ദുബായിലെ ചൂട്, ദുബായിലെ മണലാരണത്തിൽ ഒന്നും കാണുന്നില്ല. പക്ഷേ ഞങ്ങൾ നല്ല ലേറ്റായി. 3 മണിക്ക് എത്തേണ്ട ഞങ്ങൾ ഇപ്പം ഏറായി, കാരണം നല്ല ഇടിയും മഴയും മിന്നും ഒക്കെ ആയിട്ട്. സോ നമ്മളിതാ കൊയിലാണ്ടി എത്തി. ഇനി വി ഹാവ് അറൗണ്ട് ഒരു 30-40 മിനിറ്റ്സും കൂടെ ഉണ്ട്. ഇൻഷാല്ലാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 പ്രാവശ്യം പേടിച്ചു, കാരണം അമ്മാതിരി ഇടിയും മിന്നലേനും. അപ്പോൾ ആ സമയത്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇടിമിന്നൽ കുറഞ്ഞപ്പെടുത്ത വിഷ്വൽസാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഓൺ ഡ്രൈവ് ചെയ്യുന്നതും പിന്നെ ബാക്കിൽ ഇങ്ങനെ ഇടിമിന്നലും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വീഡിയോ. ഞാൻ ഇടയ്ക്കെടുത്ത് ഇങ്ങനെ കാണലുണ്ട്. ഫുള്ള് വളവാണ്, ചുരമിറങ്ങണ പോലെ ആ വൈബ് ഉണ്ട് ഇവിടെ. എന്നൊക്കെ എന്താ ചെയ്യാ, ഇതാണ് ഞങ്ങളെ നാട്. പ്രകൃതി രമണീയമായ നാട്.
നാടിനെ പറ്റി എന്താ പറയാനുള്ളത് ഇക്സാന്? എന്തൊന്നും പറയാനല്ലേ? What do you think about my നാട്? You liked it? I don't know. നീ വന്ന പ്രകാരം നോട്ട് ബാഡ് എന്നൊക്കെ നല്ല സ്ഥലല്ലേ? നമ്മളെ കൂടെ ഇക്സാൻ്റെ ഉമ്മയും ഉപ്പയും സിസ്റ്ററും ബ്രദറും വരുന്നുണ്ടായി. നമ്മൾ ഓരോ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ കയറിയിട്ട് ഒരു ലൈറ്റായിട്ടൊരു കട്ടനും പിന്നെ മുറുക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വീട്ടിൽ കറണ്ട് ഇല്ല, ഇത്ര മഴയായിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പാക്കറ്റ് മെയ്ത്തിരിയൊക്കെ വാങ്ങിയിട്ട് അത് കാൻഡിൽസൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിൽ പോയത്. ആ റോഡല്ല എടുക്കണ്ടതിന്, അത് ആ റോഡ് എടുത്തിട്ടാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇരുട്ട്. ആ റോഡ് എന്താ വെച്ചാല് അവിടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്, ഒരു കനാല് വഴി. ആ വഴി പോകുമ്പോൾ ഭയങ്കര പേടിയാവും. കാരണം എസ്പെഷ്യലി രാത്രി വരുമ്പം ഫുള്ള് കാട് പോലെ രണ്ട് സൈഡിലുമായിട്ട് ഭയങ്കര സ്കെയറി. അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെഹന്ദീൻ്റെ അന്ന് തന്നെ സർപ്രൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നൈറ്റ് ആയപ്പം ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചു. അതുപോലെ എൻ്റെ വേറെ 2 ഫ്രണ്ട്സും വന്ന സമയത്തും ഇതന്നെയായിരുന്നു അവസ്ഥ. അതിലൂടെ വന്നിട്ട് ഭയങ്കര സ്കെയറി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതാ പറയണേ. ഇതും കുറച്ച് സ്കെയറിയാണ്, പക്ഷെ അവിടെ ഇത്ര സ്കെയറി അല്ല, ഇത് ഭയങ്കര സ്കെയറിയാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കും എങ്ങനെ പാത്തു ഇങ്ങനെ അതിലൂടെ വണ്ടി ഓടിച്ച് വന്നതെന്ന്. അവിടെ ചൂട്ട പള്ളി പോണം ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ നാടെത്തുന്നു. ഈ റൈറ്റ് കറക്റ്റ് രസല്ലേ? Wow, what a view, bro. എന്നിട്ടാണ് എൻ്റെ നാടിന്റെ കുറ്റം പറയണത്. രസാ അവിടെ. റിസോർട്ടിലേക്കൊക്കെ പോണ വൈബില്ല. ഇപ്പൊ പറയാ ഓള് വയനാട്ടിൽ വരെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാടില്ല. ഇവിടെ എത്താ എന്ത് കഷ്ടപ്പാടാ. എന്റെ വീടെത്തി. കറണ്ട് വന്നേ. അതെ അതെ അതെ. നമ്മൾ വീട്ടിലെത്തി. പക്ഷെ എൻ്റെ അടുത്ത് ഈ ഫുഡ് കഴിക്കുന്ന ക്ലിപ്സ് അങ്ങനെ കുറേ വിഷ്വൽസൊക്കെ എന്നോട് എടുക്കാൻ മറന്നുപോയി വീട്ടിലെത്തിയ ഒരു ആവേശത്തിൽ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സീനാണ് കാണുന്നത്. പിന്നല്ലേ വേറൊന്നറിയോ, ഇത് എൻ്റെ അനിയത്തി അവിടെ കിടന്ന് തള്ളി മറിക്കാണ്. അത് കേട്ടിട്ട് ഇവർക്ക് തന്നെ ബോറടിക്കുന്നുണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. തള്ളി മറിക്കുന്ന സീനാ കാണുന്നത്. നാളെ ലുങ്കി മുണ്ടെടുക്കണേ. ലുങ്കി മുണ്ടെടുക്കണേ പ്ലീസ് ഫോർ മീ.
ബൈ ഗൈസ്. ബൈ ബൈ. ഉണ്ടോ കുറച്ചും കൂടി കാരണം അതെന്താ പറയുക ഇത് നമ്മൾ കൊയിലാണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുന്നത് കുറേ അങ്ങനെ പിറ്റേന്ന് രാവിലായി നമ്മൾ കുറച്ച് വീടുകളിലൊക്കെ കയറി ഇറങ്ങാണ്ട് നമ്മൾ പോയിട്ട് ഇതുവരെ കയറി ഇറങ്ങിയിട്ടില്ല കുടുംബക്കാരെ വീട്ടിലൊന്നും. അപ്പോൾ അങ്ങനെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓനെ കൊണ്ടുപോവാണ്. ഈ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു സാധനം തരാൻ. ഒരു 2-3 years ബാക്ക് ആരും കാണാതെ തോന്നൂല. ചിക്കുട്ടന് നാട് കാണിക്കാണ്. കുടുംബക്കാരെ വീട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാം അല്ലേ? അതെ. എൻ്റെ ഉമ്മാമ്മൻ്റെ വീട്ടിൽ വയ്യാതെ കിടക്കുകയാണ്. ഇക്സാന ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും വീഡിയോ കോളാക്കി കൊടുക്കുമായിരുന്നു. ആ സമയത്തൊക്കെ സംസാരിക്കും. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഇതൊരു തീരെ ഓർമ്മ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര വയ്യാതെ കിടപ്പിലാണ്. അപ്പം നമ്മൾ കുറച്ച് വീടുകളിലൊക്കെ കയറിയിട്ട് ഇനി അടുത്ത വീടുകളിലൊക്കെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം, കുറച്ച് ചെറിയ ദൂരമുള്ളൂ, പക്ഷേ ഇങ്ങനെ ചെറിയ കയറ്റമൊക്കെ കയറാനുണ്ട്. അപ്പം അങ്ങനെ എല്ലാ വീടുകളും കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് കോഴിക്കോടേക്ക് പോവാണ്. ഇതാണ് കുഞ്ഞിക്കണ്ണേട്ടൻ്റെ വീട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോവാം, ഖബർസ്ഥാനിൽ. ഞാൻ ഉള്ളിലൊന്നും കയറില്ല, പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എൻ്റെ വല്യപ്പ, പിന്നെ മലയാള മാതാ പാപ്പച്ചീൻ്റെ മൂത്ത് ജ്യേഷ്ഠത്തി, പിന്നെ എൻ്റെ ഒരു കസിൻ, അങ്ങനെ 3 ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് പള്ളീൻ്റെ അടുത്ത് പോവാം. ആൻഡ് മാരേജ് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു റിലേറ്റീവിൻ്റെ വീട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പഞ്ചായത്തിൽ വന്നേക്കാം മാരേജ് സർട്ടിഫിക്കറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ശരിയായില്ല, എന്തോ സൈഡ് ഡൗൺ ആയതുകൊണ്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് തിരിച്ചു പോകാം. പണി നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു. ബട്ട് അതുകൊണ്ടല്ല, ഞാൻ ഏതോ ഒരു റോഡ് എടുപ്പിച്ച്, അപ്പോൾ ആ റോഡ് ആകെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു പോവാണ്. ഈ ഗുൽമോഹർ ഞാൻ എവിടെ കണ്ടാലും ഫോട്ടോ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഷുഗർ നല്ല പണിക്കുമ്പോഴേ എന്നാ ശരി. കാണാം. എന്തായാലും വരും. ബൈ. ഇവള് മടിച്ചേന്. എല്ലാരും പറയുന്നുണ്ട് ഇവള് നല്ല മടിച്ചു. ഉമ്മച്ചി വരെ പറഞ്ഞു എന്താ നല്ല മടിച്ചേന്ന്. എന്താ എനിക്കറിയില്ല, എനിക്കെല്ലാം തോന്നുന്നു. എല്ലാവർക്കും തോന്നിയായി. ഞാൻ മടിച്ചാന്നോ? അപ്പോന്നെല്ലാം തോന്നിയത്. എനിക്ക് എന്തോ ഒരു ഉൾവലിവുണ്ട്. കല്യാണം കഴിയുന്നവരെ ഭയങ്കര ഓവറാക്കലായിരുന്നു. പണി അതിപ്പോ ഒരു കണ്ടന്റ് പോലും ഇല്ല. പേജിലൊരു കണ്ടന്റ് പോലും ഇറങ്ങുന്നില്ല. എന്റെയോ? പിന്നല്ലാണ്ട് അതത്രേ ഉള്ളൂ. എന്ത് പണിന്ന് എനിക്ക് ഭയങ്കര ഈ ഉൾവലിഞ്ഞോട്ട് എന്താ പറയാ, കല്യാണം വരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യുന്നില്ല. വർക്കോ? എവറിത്തിങ് എല്ലാം. കല്യാണമൊക്കെ ചെയ്തതിലോട്ട് എന്തോ ലൈസൻസ് എല്ലാം കിട്ടിയിട്ട് അങ്ങനത്തെ ഒരു കളി. ഇവിടെ വർക്ക് വരാത്തൊരു കളി. സത്യട്ടോ. ഇതെൻ്റെ അനിയത്തിയാണ്. ഇവളെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, എന്തൊക്കെയോ അഡ്വൈസൊക്കെ എനിക്ക് തരുന്നുണ്ട്.
അനിയത്തിയാണെങ്കിലും മൂത്തതുപോലെ വർത്താനം. ഞാനൊരു കാര്യം പറയട്ടെ, അതുകൊണ്ട് ആടാണെങ്കിൽ നിൽക്കണോ. ഞാൻ വന്ന് നിക്കണേ പറഞ്ഞാ ഇറങ്ങി എന്റെ മൈൻഡ് ആയിരിക്കും. ഞാനതിന് എന്ത് പണിയെടുക്കാത്ത? എനിക്കറിയില്ല, എനിക്ക് കല്യാണത്തിന് മുമ്പ് എനിക്കറിയോ ജിമ്മിൽ പോകുന്നത് ഭയങ്കര ഒരു ആ ഒരു സാധനല്ലേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ജിമ്മില്ല, വർക്കില്ല. അല്ല അതിപ്പോ ചെങ്ങായില്ല നടക്കുന്നില്ലേ. നിങ്ങൾക്കൊക്കെ തോന്നിയത് അതറിയില്ല. കംബാക്ക് സ്ട്രോങ് എത്ര പറയാനുള്ളൂ. ഞാനിനി ഇന്നാവാനുള്ള തിരക്കിലാണ്. ജിമ്മോ അത് ഓള് പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എക്സാമിൻ്റെ കസിൻ പ്രസവിച്ചിട്ടുണ്ടായി, ബേബി ഗേൾ ആയിരുന്നു. അപ്പം അതിനൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്താൻ അറൗണ്ട് 12 ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സാം തിരിച്ച് പോകുന്ന സീനാണ് കാണുന്നത്. അങ്ങനെ ദുബായിലേക്കും പോയി. ഞാൻ നല്ല പട്ടി മോങ്ങുന്ന പോലെയായിരുന്നു എയർപോർട്ടിൽ നിന്ന് കരഞ്ഞുണ്ടായത്. പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് അങ്ങനെ എക്സാം ദുബായിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ഒറ്റക്കായി. അപ്പോൾ ബൈ.